ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡയറ്റുകാർക്ക് മധുരത്തിൻ്റെ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ റെഡിയാക്കുന്നതിന്. അതിനാദ്യം കുറച്ച് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുക. നമുക്ക് ആവശ്യമുള്ള നട്ട്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചട്ടി ഒന്ന് അടുപ്പ് വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ കടല ഒന്ന് നന്നായിട്ട് ചട്ടിയിലിട്ട് ചൂടാക്കിയെടുക്കുക. തൊലി കളഞ്ഞ കടലയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചൂടാവുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ തോലുള്ള കടലയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇറക്കിയതിന് ശേഷം ഒന്ന് തിരുമ്മി അതിൻ്റെ തോല് കളഞ്ഞ് എടുത്തു വെക്കുക. പിന്നെ നെക്സ്റ്റ് ഞാൻ ഉപയോഗിച്ചത് വാൾനട്ടാണ്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഉപയോഗിക്കാം. വാൾനട്ടും ഒന്ന് നന്നായി ചൂടായതിന് ശേഷം മാറ്റി വെക്കുക. പിന്നെ വാൾനട്ട് ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബദാമാണ്. ബദാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എല്ലാ നട്ട്സും നമ്മൾ ഉപയോഗിക്കുന്ന നട്ട്സൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത് നമ്മളെ എള്ളാണ്. നല്ല വെളുത്ത എള്ളും കുറച്ച് കറുത്ത എള്ളും, അത് രണ്ടും നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പംകിൻ സീഡ്, മത്തങ്ങയുടെ കുരു, കുറച്ച് സൺഫ്ലവർ സീഡ്, പിന്നെ കുറച്ച് ചിയാ സീഡും. ചിയാ സീഡ് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് മാത്രമാണ് കേട്ടോ. അതും ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എല്ലാം നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ കടിക്കാൻ വേണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് പൊടിയാനെന്നുള്ളവർക്ക് അങ്ങനെയും നന്നായിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ എല്ലാം കുറച്ചിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച ഈത്തപ്പഴം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചിങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ വെള്ളം അധികം ഉപയോഗിക്കുന്നില്ല. ആ വെള്ളം വേണമെങ്കിൽ അരയാൻ മാത്രം കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈത്തപ്പഴം പേസ്റ്റായി കഴിഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം ഇങ്ങനെ ഗ്രേവി ടൈപ്പാണ്. എന്നിട്ട് നമ്മൾ ആ പൊടിച്ചു വെച്ച ആ നട്ട്സിൻ്റെ പൊടിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഈ അരച്ചു വെച്ച പേസ്റ്റ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് ചെയ്യുന്നു മാത്രം. ഉരുളകളാക്കിയിട്ട് എടുത്തു വെക്കാം. അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആവശ്യമുള്ളവർക്ക് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കാൻ കൊടുക്കുന്ന ആൾക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഓവണിലാണ് വെച്ചത്, അത് കരിഞ്ഞു പോയി. ഇത് രണ്ടാമത് സാധാരണ നമ്മൾ എല്ലാ ചോക്ലേറ്റും മെൽറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് മെൽറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് പകുതി ഞാൻ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വെച്ചു. പകുതി ഞാനും കൂടെ കഴിക്കണം. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ഞാൻ അങ്ങനെ ചോക്ലേറ്റ് മുക്കാതെയും വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് മുക്കിയത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആ ചോക്ലേറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചെടുത്തു. എന്നിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ച് യൂസ് ചെയ്താൽ മതി. ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.